ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ കുറച്ചധികം ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തോളൂ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് തവണ ചെയ്ത് പഠിച്ചാലേ നമുക്ക് ആ നീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നീറ്റ് കിട്ടുന്നവരെ ചെയ്ത് പഠിക്കുക. ഞാനിവിടെ ഇപ്പം എനിക്ക് 8 എണ്ണമായി, ഞാൻ 2 എണ്ണോട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് 10 ചെയിൻ സ്റ്റിച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹുക്കുള്ള ഇതിനെ നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യും. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു യാണോവർ ചെയ്തിയ ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി കിട്ടും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അതിന് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാങ്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുമ്പം ഒരു കർച്ചീഫിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് വെറുതെ ആവില്ല. സ്റ്റിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കർച്ചീഫ് കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോൾ നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇവിടെ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ഈ 2 ലൂപ്പ്, ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഫസ്റ്റ് എടുക്കുന്നത് ഫ്രണ്ട് ലൂപ്പ്, പിന്നെ അതിൻ്റെ അപ്പുറമുള്ളത് ബാക്ക് ലൂപ്പ്. അങ്ങനെ 2 ലൂപ്പാണ് നമുക്ക് സെക്കൻഡ് റൗണ്ട് മുതൽ കിട്ടുക. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചിലാണ് ചെയ്തത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കുക 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് കണ്ടോ. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ തന്നെ നമുക്ക് ഒരു ചെയിൻ കാണും. ആ ചെയിനിലാണ് നമ്മൾ ഈ സെക്കൻഡ് റൗണ്ട് മുതൽ വർക്ക് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഇതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. പിന്നെ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് നല്ലോണം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത റൗണ്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റിലും ഇതുപോലെ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ടോ നോക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുക. താഴെ എനിക്ക് 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് സെക്കൻഡ് റൗണ്ടിലും 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചാണോ താഴെ കിട്ടിയിട്ടുള്ളത് അത്രയും സ്റ്റിച്ച് നിങ്ങൾ എല്ലാ റൗണ്ടിലും കിട്ടുന്നവരെ ചെയ്യണം. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ചെയ്യുന്നത്. ഈ 2 ലൂപ്പിൻ്റെ താഴെ ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലുള്ള ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ
അടുത്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര മെഷർമെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴെയുള്ള ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ തന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ചും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. താഴെ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ, ഫസ്റ്റ് റൗണ്ടിൽ എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. 9 സ്റ്റിച്ചാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും നമ്മൾ ഇനി എത്ര റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും 9 തന്നെ എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് അതുപോലെ തന്നെ എത്ര സ്റ്റിച്ചാണ് താഴെ കിട്ടിയിട്ടുള്ളത് നോക്കിയിട്ട് അത്രയും സ്റ്റിച്ച് മുകളിലും കിട്ടണം. അപ്പോൾ ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ കണ്ടോ, എനിക്കിവിടെ താഴെ 9 കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിലും 9 കിട്ടിയിട്ടുണ്ട്, തേർഡ് റൗണ്ടിലും 9 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് നമുക്കൊന്ന് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഹുക്കിനെ ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. മുകളിലേക്ക് വലിച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ പിന്നെ നമ്മൾ ആ നൂല് ഇളകി പോരൂല. അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് ഫസ്റ്റ് റൗണ്ട് ഫ്രണ്ടിലും സെക്കൻഡ് ബാക്കിലും അങ്ങനെയാണ്